ഷിരൂർ ദൗത്യം തുടരുന്നു. ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. പരമാവധി സാധ്യതകൾ പരിശോധിക്കാനാണ് കേരളം ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം തിരച്ചിൽ തുടരുമെന്ന് ഷിരൂർ MLA സതീഷ് കൃഷ്ണ സെയിലും വ്യക്തമാക്കി. ചെളിയും ഒരു ആൽമരവും ഉൾപ്പെടെ ലോറിക്ക് മുകളിൽ അടിഞ്ഞു കിടക്കുകയാണ്. ഇത് മാറ്റി എങ്ങനെ ലോറി കണ്ടെത്താം എന്നാണ് പരിശോധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന്റെ അഭ്യർത്ഥന ഈ തിരച്ചിൽ നടപടി പ്രക്രിയ കുറച്ചുകൂടി ഊർജിതമായി തുടരുക തന്നെ വേണമെന്നാണ്. ഇങ്ങനൊരു ആവശ്യം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടകത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഊർജിതമാക്കുക, തിരച്ചിൽ പ്രക്രിയ തുടരുക. കൂടുതൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്നും ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഇന്ന് 13ാം ദിവസമാണ്. തിരച്ചിൽ ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? രോഹിണി, ഇപ്പോഴും അവിടുത്തെ പുഴയിലെ കുത്തൊഴുക്ക് ശക്തം തന്നെയാണ്. വലിയ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഇന്നും തിരച്ചിലുണ്ടായിട്ടില്ല. ഈ കുത്തൊഴുക്ക് കുറയാത്തതുകൊണ്ട് തന്നെ നേവി സംഘങ്ങൾക്കടക്കം അതിലേക്ക് ഇറങ്ങിക്കൊണ്ട് പരിശോധന നടത്താനുള്ള യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള അനുമതിയും ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെത്തിയ ഈശ്വരൻ മാൽപ്പെ മത്സ്യസംഘത്തിന്റെ അടക്കുന്ന ആ സംഘം വീണ്ടും പുഴയിലിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ പുഴയുടെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 7 knots ദൂരവും വേഗതയും, എന്നാൽ ഒരു മനുഷ്യന് സാധ്യമായ തലത്തിലേക്കുള്ള ഇറങ്ങി താങ്ങാനുള്ള സാധ്യത പറയുന്നത് 3.5 knots വേഗതയുമാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്കാണ് ഇനി ഈ ദൗത്യം പുരോഗമിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുക തന്നെയാണ്. അല്പസമയം മുമ്പ് മഞ്ചേശ്വരം MLA AK അഷ്റഫിന്റെ വാക്കുകളിലും ആ ഒരു നിരാശയുണ്ട്. അതായത് ദൗത്യം പ്രതിസന്ധിയിലാണ്, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആർക്കുമില്ല. പ്ലാൻ B ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഈശ്വർ മാൽപ്പയുടെ ശേഷം അടുത്തത് എന്ത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ 2 സംസ്ഥാനത്തിന്റെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ ഒരു ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലും ഒരു ബന്ധപ്പെടൽ അത്യാവശ്യം തന്നെയാണ്. എന്നിട്ട് വേണം അത്തരത്തിലൊരു പ്ലാൻ B ഉണ്ടാക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഡ്രഡ്ജിംഗ് മെഷീൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നതിൽ പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് അതിന് അനുയോജ്യമായുള്ള പാലങ്ങളല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ പുഴയുടെ കുത്തൊഴുക്ക് ഇപ്പോഴും വില്ലനായിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ശക്തമായിട്ടുള്ള കാറ്റും വീശുന്നുണ്ട്. രാവിലെ മഴ പെയ്തിരുന്നെങ്കിലും ഇത്ര നേരം അന്തരീക്ഷം ശാന്തമായിരുന്നു. പക്ഷേ കുത്തൊഴുക്ക് ശാന്തമായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കുന്നത് അല്പസമയത്തിന് ശേഷം വീണ്ടും ഈശ്വർ മാൽപ്പെ അത്തരത്തിലൊരു ശ്രമം നടത്തുമെന്നാണ്. ആ ശ്രമവും പരാജയപ്പെടുകയാണെങ്കിൽ അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യം ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാൻ ഭരണകൂടത്തിനും സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പരിശോധനകളും ഇപ്പോൾ നടത്തി കഴിഞ്ഞു, എല്ലാ ഉപകരണങ്ങളും ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ദൗത്യത്തിന് കൃത്യമായിട്ടുള്ള ലീഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് പക്ഷേ ഈ കുത്തൊഴുക്ക് തടസ്സമായി നിൽക്കുക തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കുത്തൊഴുക്ക് നിലയ്ക്കുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഷിരൂരിലുള്ളത്. ആനന്ദ്, നമുക്കറിയാം, പ്രതികൂല കാലാവസ്ഥയും ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കും തന്നെയാണ് പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പോഴും ലോറിക്ക് അരികിലേക്ക് അല്ലെങ്കിൽ ലോറി എവിടെ കൃത്യമായി എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വലിയ പ്രത്യാഘാതമായി തന്നെ നിലനിൽക്കുന്ന വെല്ലുവിളിയായി തന്നെ അവശേഷിക്കുകയാണ്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ലോറിക്ക് മുകളിലേക്ക് വലിയ രീതിയിൽ ചെളിയും മണ്ണും വൃക്ഷങ്ങളും തടികളും ഒക്കെ, അതോടൊപ്പം തന്നെ കേബിളുകളും വല്ലാതെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവയൊക്കെ നീക്കം ചെയ്ത് ഇതിനടുത്തേക്ക് എത്തുക എന്നുള്ളത് ഏറെ ദുഷ്കരം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ തിരച്ചിൽ അങ്ങേയറ്റം ദുഷ്കരമായി നീങ്ങുന്നതോടൊപ്പം ഇനി എന്ത് എന്നുള്ളതിൽ ഒരു അവലോകന യോഗം ചേരുകയും അതനുസരിച്ചുള്ള നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക തന്നെയാണോ ജില്ലാ ഭരണകൂടം? തീർച്ചയായും രോഹിണി, ഇപ്പോൾ പ്രധാനമായും 4 സ്പോട്ടുകളാണ് അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ സ്പോട്ട് 3ഉം സ്പോട്ട് 4ഉമാണ് ഈ ലോറി ഉണ്ടാവാനുള്ള ഈ ട്രക്ക് ഉണ്ടാവാനുള്ള ഏറ്റവും ഉയർന്ന സാധ്യതകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ 3ാമത്തെ സ്പോട്ടിലും 4ാമത്തെ സ്പോട്ടിലും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടേക്ക് ഈ മണ്ണ് ഇടിച്ചു കൊണ്ടുവന്ന് വലിയൊരു ആൽമരം ഈ ലോറിക്ക് മുകളിൽ വീണിരിക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ 2 ടവറുകൾക്കിടയിലുള്ള വൈദ്യുതി ലൈൻ അടക്കം പൊട്ടി വീണുകൊണ്ട് ഇതിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചെളിയും ഈ ആൽമരവും ഈ വൈദ്യുതി ലൈനും കൂടി എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റാതെ ക്ലിയർ ആക്കാതെ ഒരു കാരണവശാലും ഈ ലോറി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജിംഗ് മെഷീൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റാനോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നും ഒരു മോചനം ഉണ്ടാകാനോ സാധ്യമല്ല. അതിനുശേഷമാണ് അത്തരത്തിൽ ഈ ഡൈവ് ചെയ്തുകൊണ്ട് ഈ ക്യാബിനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ അപ്പോഴും അവിടെയും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള കുത്തൊഴുക്ക് തന്നെയാണ്. ഈ കുത്തൊഴുക്ക് കുറയാതെ കാഴ്ച പരിമിതി, പ്രത്യേകിച്ച് ഈ ദൃശ്യപരത വളരെ കുറവുള്ള ഒരു മേഖല കൂടിയാണ്. ഈ കുത്തൊഴുക്ക്
കൊണ്ട് തന്നെ ഈ പൊതുവെ കലങ്ങി മറയുന്ന ഒരു അവസ്ഥയിലാണ് പുഴ എന്തായാലും ഉള്ളത്. എന്തായാലും അത് തന്നെയാണ് AK അഷ്റഫ് MLA നേരത്തെ പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി തലത്തിൽ ഒരു ചർച്ച നടത്തേണ്ട ഘട്ടമാണിത്. എല്ലാ വഴികളും അവസാനിച്ചിരിക്കുന്നു. ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന അവസാന ഒരു വഴി മാത്രമാണുള്ളത്. അതിനുശേഷം എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇല്ല. ഇനി മുഖ്യമന്ത്രിമാർ, രണ്ട് സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ശരി, ശിരൂരിൽ 13ാം ദിവസവും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ശക്തമായ അടിയൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും തന്നെയാണ് വലിയ വെല്ലുവിളിയായി ഇപ്പോഴും തുടരുന്നത്. ആനന്ദ് പുത്തൂറാണ് ശിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.